ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആനുവൽ റെൻറ്റ്, ഗ്രോസ് ആനുവൽ വാല്യൂ, കാര്യങ്ങളൊക്കെ ഓരോ കേസിൽ എങ്ങനെയാണ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന് GAV എന്നൊക്കെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മളൊരു കൺസെപ്റ്റ് പറയുന്നത് കോമ്പസൈറ്റ് റെൻ്റാണ്. ആ പേര് തന്നെ ഉണ്ട്, കോമ്പസൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ കോമ്പിനേഷനായിട്ട് വരുന്നത്. കോമ്പസൈറ്റ് റെൻറ്റ് മീൻസ് when the landlord or owner of a property receive rent in respect of building let out including first one other assets as for example furniture, fixtures, plant and machinery, then for other services provided in the building, for example lifts, security or generation. The cumulative amount so received is called composite rent. കോമ്പസേറ്റ് റെൻ്റ് എന്ന് പറയുമ്പോൾ ആ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി എന്ത് റെൻറ്റ്, ഈ നമ്മളൊരു ബിൽഡിങ് കൊടുത്തിരുന്ന അതിന് അതർ അസറ്റ് എന്നുള്ള ഇൻകം കൂടെ നമ്മൾ സാധാരണ ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി, വാടക കൊടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൽ ഫർണിച്ചേഴ്സ്, ഫിക്സേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ അടക്കമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളെങ്കിൽ എന്താണ് അതിൻ്റെയും കൂടെ റെൻ്റ് എന്താണ് ഈ ഓണർക്ക് കിട്ടും. പിന്നെ അതർ സർവീസസും. അപ്പോൾ നമ്മൾ വാടക കൊടുക്കുമ്പോൾ ആ ഒരു ബിൽഡിങ് മാത്രമല്ലാതെ മെഷീനറിയോ ഫർണിച്ചറൊക്കെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എന്താണ് റെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് കോമ്പസൈറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. കോമ്പസൈറ്റ് റെൻറ്റ് ഇൻക്ലൂഡ്സ് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ചാർജസ് ഫോർ ഡിഫറെൻറ്റ് സർവീസസ്. The composite rent has to divide in the following manner. ഇങ്ങനെ കിട്ടുന്ന കോമ്പസൈറ്റ് റെൻറ്റ് അല്ലേ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ്, the amount apportionable to use of the property is to be assessed under section 22 as income from house property. നമ്മൾ പറഞ്ഞു ബിൽഡിങ് പ്ലസ് അതിൻ്റെ കൂടെ അഡീഷണൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അഡീഷണൽ ഫെസിലിറ്റീസിൻ്റെ റെൻറ്റും കൂടെ നമ്മൾ വാങ്ങുമല്ലോ. ആ രണ്ടും കൂടെ കിട്ടുമ്പോൾ നമ്മൾ ഇതിന് എന്ത് പറയുന്നത് കോമ്പസൈറ്റ് റെൻറ്റ്. രണ്ടും കൂടെ വേറെ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യത്തിനും കൂടെ നമ്മൾ റെൻറ്റ് വാങ്ങും. അപ്പോൾ അതും കൂടെ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് കോമ്പസൈറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് നമുക്കത് അപ്പോർഷൻ അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്താണ് യൂസ് ഓഫ് പ്രോപ്പർട്ടീൻ്റെ ഇതായിട്ട് കൂട്ടാം. ദെൻ നെക്സ്റ്റ് ദ എമൗണ്ട് അപ്പോർഷണബിൾ ടു യൂസ് ഓഫ് സർവീസസ് ടു ബി ചാർജ്ഡ് ടു ടാക്സ് അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു പോർഷൻ ഇങ്ങനെ കിട്ടുന്ന കോമ്പോസൈറ്റ് റെൻറ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഒന്നെന്താണ് ഹൗസ് പ്രോപ്പർട്ടി, ആ ബിൽഡിങ്ങിന് കിട്ടുന്ന ആ വീട് എന്തായാവട്ടെ ആ കിട്ടുന്ന റെൻറ്റ്. രണ്ട്, അതല്ലാതെ സർവീസുകൾ ഉണ്ടാവില്ല, ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ കൊടുക്കുമ്പോൾ അതല്ലാതെ സർവീസിന് കിട്ടുന്നത് നമുക്ക് ഒന്നുകിൽ അതിനെന്ത് ചെയ്യാം നമുക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിൽ ചേർക്കാം. അങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു കോമ്പസൈറ്റ് റെൻറ്റ് നമുക്ക് അപ്പോർഷൻ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും, വേർതിരിച്ചെടുക്കാൻ കഴിയും. ക്ലാസിഫിക്കേഷനല്ല, വേർതിരിച്ചെടുക്കാൻ കഴിയും. സപ്പോസ് നമുക്ക് എന്താണ് where composite rent received from letting out of the building and other asset is not separable, then the rent is taxable either as business income or income from other sources. ഈ കോമ്പോസൈറ്റ് റെൻറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഹൗസ് പ്രോപ്പർട്ടീൻ്റെ വാടക എത്ര നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കോമ്പോസൈറ്റ് റെൻറ്റ് ഒരു എത്രയാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ കേസിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അത് എന്തായിട്ട് കൺസിഡർ ചെയ്യുക ഇൻകം ഫ്രം അതർ സോഴ്സ് ആൻഡ് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക കോമ്പസൈറ്റ് റെൻറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് സെപ്പറേറ്റ് എഴുതിയിട്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ലെങ്കിൽ അതർ സോഴ്സിലോ ബാക്കി കിട്ടാതെ ആ സർവീസിൻ്റെ നമുക്ക് അതർ സോഴ്സിലോ ബിസിനസ് ഇൻകത്തിലോ ചേർക്കാം. മറ്റേത് നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ റെൻറ്റിന് ആ വാടക ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ വരില്ല, ബിസിനസ് ഇൻകത്തിലോ ഇൻകം ഫ്രം അതർ സോഴ്സിലോ ആണ് വരുന്നത്.
ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഷീനറി, ഇപ്പോൾ ഒരു മില്ലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെന്താണ്, ആ മില്ലിന് ബിൽഡിംഗ് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് നമ്മൾ മെഷീനറി ഉണ്ടാവും. അത് നമ്മൾ മൊത്തത്തിലാണ് വാടക കൊടുക്കുന്നത് 10,000 രൂപ. പക്ഷെ നമുക്ക് മെഷീൻ്റെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല, രണ്ടും കൂടെ 10,000 കിട്ടുന്നതെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലാണ്, നമുക്ക് അത് അസർട്ടൈൻ ചെയ്യാൻ കഴിയുന്നില്ല ആ മെഷീൻ എത്രയെന്നുള്ള കാര്യം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൊത്തം ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ്, കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അത് ചാർജ് ചെയ്യൂല. സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ബിൽഡിങ്ങിന് വേറെ, മെഷീനറിക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സെപ്പറേറ്റ് പോർഷൻ ആ ഹെഡിലേക്ക് നമ്മൾ മാറ്റും. നെക്സ്റ്റ് ആണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താ നോക്കാം. അൺറിയലൈസ്ഡ് റെൻറ്റ് ഈസ് ദ റെൻറ്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്താണ് അൺറിയലൈസ്ഡ് റെൻറ്റ്? ഈസ് ദ റെൻറ്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഇയർ. ആ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ ടെനൻറ്റ് പേ ചെയ്യാത്ത, വാടകയ്ക്ക് നിൽക്കുന്ന ആൾ പേ ചെയ്യാത്ത റെൻറ്റിനെ നമ്മൾ എന്ത് പറയുക? അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ അതർ വേർഡ്, ദ റെൻറ്റ് ഈസ് ഡ്യൂ ബട്ട് ദ ടെനൻറ്റ് ഹാസ് നോട്ട് പെയ്ഡ് ദ റെൻറ്റ് ഫോർ എനി റീസൺ. റെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ എന്താ, ടെനൻറ്റ് പേ ചെയ്തില്ല. റീസൺ എന്താവട്ടെ, ടെനൻറ്റ് എന്താണ്, പേ ചെയ്തിട്ടില്ല. Such irrecoverable rent may be allowed as a deduction if the following condition under Rule 4 are satisfied. ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, നമ്മളെ ബിൽഡിങ് വാടകയ്ക്ക് കൊടുത്തു, നമ്മൾ ആനുവൽ വാല്യൂയും പിന്നെ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആക്ച്വൽ റെൻറ്റിന് വലുത് കിട്ടി. നമുക്ക് 10,000 വാടക കൊടുത്ത് 12 മാസം 1,20,000. പക്ഷേ നമുക്ക് 3 മാസം വാടക കിട്ടിയിട്ടില്ലെങ്കിൽ ആ 3 മാസം നമുക്ക് കുറക്കാം. പക്ഷേ അതിന് കണ്ടീഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ടെനൻസി ഈസ് ബോണഫൈഡ്. ടെനൻസി എന്താവണം? ബോണഫൈഡ് ആവണം, നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റ്. ദെൻ ദ ഡിഫോൾട്ടിങ് ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് have been taken to compel him to vacate the property. ഡിഫാൾട്ടിങ് ടെനൻറ്റ് എന്താണ്? ഒന്നെങ്കിൽ ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അയാൾ ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്യിക്കാൻ, കമ്പൽ ചെയ്യാൻ. നെക്സ്റ്റ്, ദ ഡിഫോൾട്ടിങ് ടെനൻറ്റ് ഈസ് നോട്ട് ഇൻ ഓക്കുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. നമ്മൾ വേറൊരു പ്രോപ്പർട്ടിയിലൊന്നും അയാൾ എന്താവാൻ പാടില്ല, ഒക്കുപ്പൈ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് അയാൾ വാടക തരുന്നില്ല, അതിൽ നിന്ന് ഒഴിവാക്കി അയാൾ നമ്മളെ തന്നെ വേറെ ബിൽഡിംഗ് എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ദ അസസി ഹാസ് ടേക്കൺ ഓൾ ദി റീസണബിൾ സ്റ്റെപ്സ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗൽ പ്രൊസീഡിങ്സ് ഫോർ ദ റിക്കവറി ഓഫ് ദ അൺപെയ്ഡ് റെൻറ്റ് ഓർ സാറ്റിസ്ഫൈസ് ദ അസസിങ് ഓഫീസർ ദാറ്റ് ലീഗൽ പ്രൊസീഡിങ് വുഡ് ബി യൂസ്ലെസ്. അതായത് അസസിങ് എന്താണ്, എല്ലാ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് ആ എമൗണ്ട് തിരിച്ച് കിട്ടാൻ, അത് യൂസ്ലെസ് ആണെന്ന് അയാൾക്ക് അസസിങ് ഓഫീസറെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അപ്പോൾ ടെനൻസി ബോണഫൈഡ് ആയിരിക്കണം, പിന്നെ അയാൾ പിന്നെ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഓണർ എന്ത് ചെയ്യണം, അയാളെ വെക്കേറ്റ് ചെയ്യാൻ കമ്പൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫോൾട്ടിങ് റെൻറ്റ് നമ്മൾ വേറെ ഇതൊന്നും പ്രോപ്പർട്ടി ഒന്നും ഒക്കുപ്പൈ ചെയ്യാൻ പാടില്ല. പിന്നെ റീസണബിൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അത് അസസിങ് ഓഫീസറെ സാറ്റിസ്ഫൈ ചെയ്യണം യൂസ്ലെസ് ആണ് എന്നുള്ളത്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ ഇത് എമൗണ്ട് റിക്കവർ ചെയ്യാം, പിന്നെ ഡിഡക്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻ്റ് ഉള്ള കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ കാണും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവും, അതിന് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം, മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരും. പിന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിന് ആനുവൽ വാല്യൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ. പിന്നെ റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് നമ്മളെന്താണ്, ആ കിട്ടിയ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, ടാക്സബിൾ ആക്കും. ഇനി അൺറിയലൈസ്ഡ് റെൻറ്റ് റിയലൈസ്ഡ് സബ്സീക്വൻ്റ്ലി വിൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് റിയലൈസേഷൻ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഈവൻ ഇഫ് ദ ഹൗസ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ അസസി. അതായത് നമുക്ക് പിന്നെ വർഷങ്ങൾ 3-4 വർഷം കഴിഞ്ഞിട്ട് ഈ റെൻറ്റ് കിട്ടുക എന്ന് വിചാരിക്കുക, നമുക്ക് കിട്ടാത്ത റെൻറ്റ്.
അപ്പോൾ ആ വർഷത്തെ ഇൻകം പിന്നെ ടാക്സ് അടക്കുന്ന ഇൻകത്തിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഹെഡിൽ നമ്മൾ ചേർക്കണം. സപ്പോസ് നമ്മൾ ആ ബിൽഡിംഗ് വിറ്റ് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ചേർക്കണം. അതാണ് ലാസ്റ്റ് പറഞ്ഞു, ഇറ്റ് വിൽ ബി ടാക്സബിൾ ഈവൻ ഇഫ് ദ ഹൗസ് ഈസ് നോട്ട് ഓൺ ബൈ ദ അസസി. ഇനിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ആനുവൽ റെൻ്റൽ വാല്യൂ. ആക്ച്വൽ റെൻറ്റ് 14,000 per month. Municipal rental value 1,20,000 per annum. Fair rental value 1,32,000 per annum. Standard rent 1,38,000. During the previous year, the assessee is not able to realize 2-month rent. 2 മാസത്തെ റെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് 14,000 ആണ്, പെർ മന്ത് ആണ്. 10 മാസമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞാണല്ലേ, ആക്ച്വൽ റെൻറ്റ് ഓർ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. ഈ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താണ്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഫെയർ റെൻ്റൽ വാല്യൂ പിന്നെ കമ്പയർ ചെയ്യുക. അതിന് ഹയർ എമൗണ്ട് എടുക്കുക. ദെൻ ഈ ഹയർ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് റെൻറ്റിനായിട്ടും കമ്പയർ ചെയ്യും. അതിന് ലോവർ എമൗണ്ട് എടുക്കുക അല്ലേ. എന്നിട്ട് ഈ ലോവർ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ റെൻറ്റായിട്ടും കമ്പയർ ചെയ്യും. അതിന് ഹയർ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ആക്ച്വൽ റെൻറ്റ് പറയുമ്പോൾ 14,000 പെർ മന്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 14,000 × 12 തന്നെ ചെയ്യണം. 14,000 × 12 ചെയ്യുമ്പോൾ 1,68,000 കിട്ടും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കിട്ടാത്ത എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക. 28,000 1,40,000 നമ്മൾ ചെയ്യും. 14,000 × 10 ചെയ്താലും 1,40,000 കിട്ടും. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ടാക്സ് ഇതിന് പ്രകാരം എന്താണ് പിന്നെ നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് കുറക്കുന്നത്. അപ്പോൾ ആനുവൽ വാല്യൂ 1,68,000 കിട്ടിയത് 14 × 12 ആണ്, മൈനസ് 28,000. അപ്പോൾ 1,40,000. Next problem, compute gross annual value for the assessment year 2021-22. Fair rental value 1,32,000 per annum. Actual rent 14,000 per month. Municipal rental value 1,20,000. Standard rent 1,38,000. ഇത് ശ്രദ്ധിക്കുക, അവിടെ ഒരു വാക്കൻസിയും കൂടി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. The assessee is not able to collect rent for 2 months. ആൻഡ് ദ ഹൗസ് ഈസ് ഓൾസോ റിമൈൻ ക്ലോസ് ഫോർ 2 months. അസസിക്ക് 2 മാസത്തെ വാടക കിട്ടിയിട്ടില്ല, 2 മാസം ആൾക്കാരില്ലേന്നു, ക്ലോസ് ചെയ്തിട്ട് കിടക്കുന്നു. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് വാട്ട് വിൽ ബി ദ ആനുവൽ വാല്യൂ ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഈസ് 1,20,000 പെർ മന്ത്. അപ്പോൾ നമ്മളിവിടെ 14,000 ആണ് നമുക്ക് കിട്ടിയത് എന്നുള്ള പിന്നെ കൺസെപ്റ്റിൽ. ആക്ച്വൽ റെൻറ്റ് ഈസ് ഈക്വൽ ടു 14,000 × 12 1,68,000 കിട്ടും. പിന്നെ വാക്കൻസിൻ്റെ 2 മന്ത് 28,000 ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,40,000 കിട്ടും. ദെൻ ഈ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അൺറിയലൈസ്ഡ് റെൻറ്റും കൂടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 28,000. അങ്ങനെ ആനുവൽ വാല്യൂ 1,12,000. നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചാണ് ചെയ്തത്. ആക്ച്വൽ റെൻറ്റ് 14,000. ദെൻ പിന്നെ അതിന് വേക്കൻസി പീരീഡ് 2 മാസം, അൺറിയലൈസ്ഡ് റെൻറ്റ് 2 മാസം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ കമ്പയർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എല്ലാത്തിലും പറയുന്നതാണല്ലേ. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഫെയർ റെൻ്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, അതിന് ഹയർ എമൗണ്ട് എടുക്കുക. അപ്പോൾ 1,20,000 കമ്പയർ ചെയ്തു 1,32,000 കിട്ടും. അതിൽ ഹയർ എന്ന് പറയുമ്പോൾ 1,32,000. പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റിനായിട്ടും കമ്പയർ ചെയ്യുന്നത് അതിന് ചെറുതെടുക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് 1,38,000 ആണ്. അപ്പോൾ ചെറുത് എന്ന് പറയുമ്പോൾ 1,32,000 ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ 1,32,000. അതിന് ആക്ച്വൽ റെൻറ്റിനായിട്ടും കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുമ്പോൾ 1,68,000. നമ്മളെപ്പോഴും ആക്ച്വൽ റെൻറ്റ് 14,000 × 12 എന്ന് തന്നെ എടുക്കണം. കാരണം എന്താണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന് നമുക്ക് ഡിഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വേക്കൻസി പീരീഡിൻ്റെ 2 മാസം കുറച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അൺറിയലൈസ്ഡ് റെൻറ്റ് 2 മാസത്തെ കുറച്ചു. അങ്ങനെ ബാക്കി 1,12,000. നമുക്ക് തോന്നുന്നു ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതി, 1,68,000 കുറക്കണ്ടല്ലോ, 4 മാസത്തെ കാൽക്കുലേഷൻസ് ആദ്യം കുറച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ അതാണ് അതിൻ്റെ ഒരു രീതി.
നെക്സ്റ്റ് ഡിഡക്ഷൻസ് ഫ്രം ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. ഇതിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻസ് ചെയ്തിട്ടില്ല, സിമ്പിളാണ്, നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കുക, എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ നിങ്ങളെ മനസ്സിൽ വരണം. പിന്നെ ആ തന്ന വാല്യൂ അനുസരിച്ച് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ ഉണ്ടെങ്കിൽ അതും ഫെയർ റെൻറ്റും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് വലുതെടുക്കുക. പിന്നെ ആ എടുത്ത എമൗണ്ടിനെ സ്റ്റാൻഡേർഡ് റെൻ്റ് ആയിട്ടും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് ചെറുതെടുക്കുക. എന്നിട്ട് ആ കിട്ടിയ എമൗണ്ടിനെ ആക്ച്വൽ റെൻ്റ് ആയിട്ടും കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് വലുതെടുക്കുക. ആക്ച്വൽ റെൻ്റ് എന്ന് പറയുമ്പോൾ × 12 ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ വാക്കൻസി ഒക്കെ കുറച്ചിട്ട് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിഡക്ഷൻസ് ഫ്രം ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. അതായത് നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തൊക്കെ, ആ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യാം നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എ സം ഈക്വൽ ടു 30% of net annual value is allowed as standard deduction. This deduction is allowed irrespective of the actual expenditure incurred, insurance, repairs, water and electricity supply, etc. Net annual value is calculated as gross annual value minus municipal taxes paid. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ്, നമുക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ്. നമുക്ക് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വാടക കൊടുത്ത് നമുക്ക് അതിന്മേൽ കുറേ ചിലവുകളുണ്ടാവും. ഇൻഷുറൻസ്, മെയിൻ്റനൻസ്, റിപ്പയർ, വെള്ളത്തിൻ്റെ, ഇലക്ട്രിസിറ്റി, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ഓരോ ഐറ്റംസൊന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്യില്ല. അതിന് മൊത്തത്തിൽ എത്ര ചിലവൊന്നുമില്ല. ആ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30%, അതാണ് കണക്കല്ല. എത്ര ചിലവായി എന്നൊന്നുമില്ല. നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% നമുക്ക് കുറക്കാം. വേറെ ഐറ്റംസൊന്നും നമുക്ക് കുറക്കാൻ പറ്റില്ല. കുറക്കാൻ പറ്റുന്ന ഐറ്റംസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ നമുക്കറിയാലോ, ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്താൽ എന്തായി, നെറ്റ് ആനുവൽ വാല്യൂ. ആ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30%. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്. അതായത് ഇൻട്രസ്റ്റ് പേയബിൾ on amount borrowed for the purpose of purchase, construction, renovation, repairing, extension, renewal or reconstruction of house property can be claimed as deduction on accrual basis. നമുക്ക് എന്ത് ചെയ്യാം, അക്രൂവൽ ബേസിസിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് ഈ വീടിൻ്റെ പർച്ചേസിന്, കൺസ്ട്രക്ഷന്, റിനോവേഷൻ, റിപ്പയർ, എക്സ്റ്റൻഷൻ, ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻട്രസ്റ്റ് ഓൺ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അതായത് അസസി ക്യാൻ ഡിഡക്ട് ദ ഹോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ഓർ അക്വസിഷൻ, റിപ്പയേഴ്സ് ഓർ റിന്യൂവൽസ് ഓഫ് ദ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്. നോ മാക്സിമം ലിമിറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ടുവാർഡ്സ് ദ ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ട്, ഈ വീടിൻ്റെ നിർമ്മാണത്തിന്, ഈ വീടിൻ്റെ റിനോവേഷൻ നന്നാക്കാൻ, എല്ലാ കാര്യത്തിനും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രയും ആവട്ടെ, ഒരു മാക്സിമം ലിമിറ്റ് ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി. നമ്മൾ പറയാം സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ് നമുക്കറിയാം. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നമുക്ക് 2 ലക്ഷം വരെ എന്ത് ചെയ്യാം, ഹോം ലോൺ ഉണ്ടെങ്കിൽ നമുക്കത് കുറക്കാം. പിന്നെ അത് 99-ന് മുന്നേ എടുത്ത ലോണാണെങ്കിൽ ഡിഡക്ഷൻ നമുക്ക് 30,000, അതിന് ശേഷമുള്ളതാണെങ്കിൽ എന്തുള്ളൂ 2 ലക്ഷം. അപ്പോൾ സാധാ വീടാണെങ്കിൽ, സാധാ വാടകയ്ക്ക് കൊടുക്കാനുള്ള വീടാണെങ്കിൽ ആ വീട് പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ ലോൺ എടുത്ത് അത് എത്ര മാക്സിമം എമൗണ്ട് എത്രയാവട്ടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിനാണെങ്കിൽ 2 ലക്ഷം വരെ. 99-ന് മുന്നത്താണെങ്കിൽ മുന്നെടുത്ത ബോറോയിങ്സ് 1999 മുന്നേ ഉള്ളതാണെങ്കിൽ എന്താണ് 30,000 ആണ് കേട്ടോ ഇൻട്രസ്റ്റ്. മറ്റേത് അതിന് ശേഷമുള്ളതാണെങ്കിൽ 2 ലക്ഷം വരെ. ഇനി ആ പ്രോപ്പർട്ടി നമ്മൾ ഒക്കുപ്പൈ ചെയ്യുന്നില്ല, നമ്മൾ ജോലി ആവശ്യാർത്ഥമൊക്കെ ആണെങ്കിലും നമുക്ക് 2 ലക്ഷം വരെ തന്നെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാടക കൊടുത്ത വീടിന് എത്രയും കുറക്കാം. സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന് 2 ലക്ഷം വരെ. പിന്നെ 30,000 ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് നമുക്കറിയാം. പിന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന് നില്ലാണ്. അപ്പോൾ അങ്ങനെ നില്ലായ ഇതിനെന്താണ് നില്ലായ വാല്യൂ ഉണ്ടാവില്ല, 0 ആയ വാല്യൂ, അതിന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അനുവദിക്കില്ല. പക്ഷേ എന്താണ്,
ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി 2 ലക്ഷം വരെ അനുവദിക്കും. ഇൻട്രസ്റ്റ് ഫോർ ഹൗസിംഗ് ലോൺ അതെങ്ങനെ കൺസിഡർ ചെയ്യാൻ നോക്കാം. അതിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഫോർ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. അപ്പോൾ നമുക്കറിയാം പ്രീപെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ എന്താ നമുക്കറിയാം. അപ്പോൾ ഇൻട്രസ്റ്റ് പോർഷൻ പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ പീരീഡ് ഈസ് നോൺ ആസ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്. ആ വീട് പണി നടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് എന്ത് പറയുന്നത്? പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ ഓർ എക്വസിഷൻ, ഇനി വാങ്ങാൻ എടുത്ത ലോണായി വീട് നമ്മൾ വാടക കൊടുക്കുക, നമ്മൾ ഉണ്ടാക്കാതെ നമ്മൾ മൊത്തത്തിൽ പൈസ കൊടുത്ത് വാങ്ങുന്നത് എന്താവട്ടെ, എക്വസിഷൻ ആവട്ടെ കൺസ്ട്രക്ഷൻ ആവട്ടെ. The pre-construction or acquisition period starts from the date of borrowing and ends on the last day of preceding financial year in which the construction is completed. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ബോറോയിങ്ങിൻ്റെ ആ സമയം മുതൽ കംപ്ലീറ്റ് ആക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് കൊടുത്തിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഡേ ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ or the day of borrowing, whichever is later, and ending on 31st March immediately prior to the year of completion of construction. അപ്പോൾ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. എന്നാണോ നമ്മൾ ലോൺ എടുത്തത് ആ വർഷം മുതൽ, എന്നാണോ നമ്മൾ വീട് പണി കംപ്ലീറ്റ് ആയത് ആ ഫൈനാൻഷ്യൽ ഇയർ വരെയുള്ള 31st മാർച്ച് വരെയുള്ള പീരീഡിന് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് അന്ന് നമുക്ക് എന്താണ്? വരുമാനം കിട്ടുന്നില്ല. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിലാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും റെൻറ്റ് കിട്ടൽ തുടങ്ങിയിട്ടില്ല. പിന്നെ റെൻറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്യുക? അത് ഡിഡക്ഷൻ ഫോർ ദിസ് ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഇൻ 5 equal installments starting from the year in which the house is purchased or the construction is completed. ആ ഹൗസ് കംപ്ലീറ്റ് ആയ മുതൽ എന്ത് ചെയ്യാം? 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കതിനെ ഓരോ വർഷം നമുക്കതിനെ ഡിഡക്ഷൻ നടത്താം. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് പിന്നെ നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫിനിഷ്ഡ് ആയാൽ എന്ത് ചെയ്യുള്ളൂ? റെൻറ്റ് കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ. പിന്നെ ഈ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് റിപ്പയറിന് റീകൺസ്ട്രക്ഷൻ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. വീട് റിപ്പയറിൻ്റെ കേസിലൊന്നും സമ്മതിക്കില്ല. വീട് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ സമ്മതിക്കുള്ളൂ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഫോർ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് മീൻസ് ദ പീരീഡ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ലോൺ ഈസ് റീപെയ്ഡ്. അതായത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് മുതൽ ലോൺ റീപേ ചെയ്യുന്ന വരെയുള്ളതിനെ നമ്മൾ എന്ത് പറയാം? പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞു, വാടക കൊടുക്കാനുള്ള ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞു, ആ കഴിഞ്ഞത് മുതൽ എന്നാണോ ലോൺ തീരുന്നത് അതുവരെ എന്താണ്? പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡാണ് കേട്ടോ. നമ്മളെടുത്ത ലോണ് വീട് പണി കഴിഞ്ഞ് ലോണ് മൊത്തം എമൗണ്ട് അടച്ച് തീർക്കുന്നത് വരെ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന് എന്താണ്? 2 ലക്ഷമാണ് നമുക്ക് ഇത് കിട്ടുക. പക്ഷേ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്നതിന് എന്താണ്? ഒരു അപ്പർ ലിമിറ്റും ഇല്ലാതെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. പിന്നെ ഹൗസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത് മുതൽ നമുക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബോറോവറിൻ്റെ കേസിൽ ശ്രദ്ധിക്കണം. രണ്ടാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യുക? ലോണിൻ്റെ ഷെയർ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. പ്രോബ്ലത്തിൽ അങ്ങനെ വരില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കട്ടെ. ബോറോവേഴ്സ് രണ്ടും ഒന്നിൽ കൂടുതൽ ബോറോവേഴ്സ് ഉണ്ടെങ്കിൽ ജോയിൻ്റ് നെയിമിലാണെങ്കിൽ ഓരോരുത്തർ സെപ്പറേറ്റ് ആണല്ലോ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ആ പ്രപ്പോർഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഇത് കുറക്കാം, ക്ലെയിം ചെയ്യാം അവർ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണ്. പിന്നെ ഒരാൾ മാത്രമാണ് ഫുൾ എമൗണ്ട് കൺസ്ട്രക്ഷൻ ലോൺ ഒരാൾ മാത്രം ഫുൾ എടുത്ത് അയാൾ മാത്രം ഫുള്ള് ലോൺ പേ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആ ഫുൾ ഇൻട്രസ്റ്റും അയാൾക്ക് തന്നെ എടുക്കാം. അതായത് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ രണ്ടാളും കൂടി പ്രപ്പോർഷനിലാണ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാളിൽ നിന്നും ആ പ്രപ്പോർഷനിൽ നമുക്ക് ആ ടാക്സ് ഡിഡക്ഷൻ കുറക്കാം. കാരണം ഇൻകം ടാക്സ് ഓരോ വ്യക്തികൾക്കല്ല. അപ്പോൾ ഓരോ വ്യക്തികളെ ഇൻകത്തുമാകുമ്പോൾ ആ ഇൻഡിവിജ്വൽസിൽ നിന്ന് നമുക്ക് ആ എമൗണ്ട് കുറക്കാം. അതല്ല ഒരാൾ മാത്രമാണ് ഫുള്ള് ചെയ്യുന്നതെങ്കിൽ, ഫുള്ള് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള്
ലോണിൻ്റെ റീപേയ്മെൻറ്റ് അയാളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് മാത്രം എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത്രേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതിന് മുനിസിപ്പൽ ടാക്സ് കുറക്കും. അപ്പോൾ അതിന് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഈ നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഇത്രയേ ഉള്ളൂ. 1 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 2 ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബോറോഡ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബോറോഡ് 2 എണ്ണം ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡും പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡും. പ്രീ കൺസ്ട്രക്ഷൻ ആ വീട് പണി നടക്കുമ്പോൾ വീട് പണി നടക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ അടച്ചിട്ടുണ്ടാവും, നമ്മൾ വീടിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അതിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ഡിഡക്ഷൻ ചോദിക്കാം. പിന്നെ പോസ്റ്റ് കൺസ്ട്രക്ഷനായി എത്രയാണോ ലോൺ റീപേ ചെയ്യുന്നത് അത്രയും കാലം ചോദിക്കാം. വേറൊരു എമൗണ്ടും നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിനി റിപ്പയറിന് ഇത്രയായി, ഇൻഷുർ അടച്ചു അതൊന്നും പറഞ്ഞിട്ട് എന്താണ് ഡിഡക്ഷനിലുള്ളൊരു ഓപ്ഷനിൽ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ലോൺ എടുത്തത് മുതൽ വീട് പണി കംപ്ലീറ്റ് ആകുന്നത് വരെ, അന്ന് ആ ഇടയ്ക്ക് നമ്മൾ എത്ര ലോണാണ് എമൗണ്ട് അടച്ചു നോക്കുക. അതിൻ്റെ ഒരു വർഷം 1/5, പിന്നത്തെ വർഷം 1/5, അങ്ങനെ 5 വർഷം കൊണ്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം.